മയിലോട്ടുമുഴി ജനതാ ഗ്രന്ഥശാല സ്വാഭിമാന സദസ്സ് സംഘടിപ്പിച്ചു. മുതിർന്ന ഗ്രന്ഥശാല പ്രവർത്തകരിൽ നിന്നും ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ടവർ, കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾ എന്നിവരെ ആദരിച്ചു. പുസ്തക സ്വീകരണം, അക്ഷരക്കരോൾ, ബാലവേദി, കൂട്ടുകാരുടെ കലാവിരുന്ന് ഇവ നടന്നു. അഡ്വക്കേറ്റ് ജി. സ്റ്റീഫൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല പ്രസിഡന്റ് AJ അലക്സ് റോയ് അധ്യക്ഷനായി. വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K. രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. കവി ദിലീപ് കുറ്റ്യാണിക്കാട് കവിതയും വർത്തമാനവും അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ S. വിജയകുമാർ, AK ദിനേശ്, കൃഷ്ണസുജ, മുതിർന്ന ഗ്രന്ഥശാല പ്രവർത്തകൻ N. കൃഷ്ണൻ നായർ, പൂവ്യൻവിളാകം ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് S. അനിക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 4.25 വർഷത്തിനിടയിൽ ഒരു 10-ലേറെ പരിപാടികൾ അല്ലെങ്കിൽ 15-ലേറെ പരിപാടികളിൽ ഈ ഗ്രന്ഥശാലയിൽ പങ്കെടുക്കാൻ അവസരം എനിക്ക് ലഭിച്ചു. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഈ ഗ്രന്ഥശാലയുടെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിൽ ആഹ്ലാദകരമായിട്ടും നിറഞ്ഞ മനസ്സോടുകൂടി നടക്കുന്ന ഒരു പൊതുപ്രവർത്തനമാണ് ഞാൻ. കാരണം ഈ സാംസ്കാരിക സ്ഥാപനം അല്ലെങ്കിൽ ഗ്രന്ഥശാല അറിവിന്റെ ഒരു അക്ഷയ തുരുത്താണ്. ആ അറിവ് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിനെല്ലാം ഇത്രയും പ്രാധാന്യം വരാതിരുന്ന ഒരു കാലഘട്ടത്തിൽ വായന വിജ്ഞാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിന്റെ പഴക്കമുള്ളതാണ് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം. P.N. പണിക്കർ സാറും I.V. ദാസ് സാറും എല്ലാം നേതൃത്വം നൽകി പിന്നാലെ പടുത്തുയർത്തിയ പ്രസ്ഥാനം ഇന്ന് അതീവ പ്രാധാന്യത്തോടുകൂടി കേരളത്തിൽ നിലകൊള്ളുകയാണ്. പഞ്ചായത്തിനുള്ളിൽ നിന്നും അതുകൊണ്ട് പഞ്ചായത്തിന് പുറത്തു നിന്നും വേറെ സ്ഥലങ്ങളിലൊക്കെ തന്നെ ആൾക്കാരെ ഗ്രന്ഥശാലയിലെ കുട്ടികളും കുടുംബമായിട്ടായി എത്തിച്ചേരുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുറച്ച് കുട്ടികൾ വായനയിലേക്ക് മുന്നോട്ട് വരുന്നത് എന്നും അറിയുന്നതായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സദസ്സില് നമുക്ക് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ, ഒരു പഞ്ചായത്ത് ഭരണസമിതി അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് തന്നെ മുന്നോട്ട് ഒരു പുതിയൊരു ഭരണസമിതി സ്ഥാനത്ത് കയറിയെടുക്കുമ്പോൾ ഗ്രാമീണ ഗ്രന്ഥശാലകളുടെ വളർച്ചയ്ക്ക് വേണ്ടി കുറേയധികം കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാനത് ചന്ദ്രകുട്ടിയുടെ സൂചിപ്പിച്ചുകൊണ്ട് വർത്തമാനം പറയാൻ തോന്നുന്ന കാര്യമില്ല. ഈ ഗ്രന്ഥശാലയുടെ കെട്ടിടം തന്നെ ഒരു 19 വർഷക്കാലം പഴക്കമുള്ള ഗ്രന്ഥശാല കെട്ടിടം അറിയുന്ന ഒരവസ്ഥ വന്ന സമയത്താണ് പ്രിയപ്പെട്ട ശ്രീ K. രാമചന്ദ്രൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, ദിനേശ് വാദപ്രായിരുന്നു.